ഇന്ത്യയുടെ സാഹചര്യത്തിൽ പ്രധാനമായിട്ടും 2014 ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളുള്ള ഒരു പൗരശരീരം എന്ന രീതിയിൽ ട്രാൻസ് മനുഷ്യരെ അംഗീകരിക്കുന്നത്. അതുവരെയും ട്രാൻസ് മനുഷ്യർക്ക് ഇന്ത്യക്കകത്തുള്ള ഒരു പൗരർ എന്നുള്ള ഒരു പദവിയൊന്നും ഉണ്ടായിരുന്നില്ല. 2014 ഏപ്രിൽ 15 വരുന്ന നൽസ വിധിയുടെ ഭാഗമായിട്ടാണ് ട്രാൻസ് മനുഷ്യരെ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാവിധ അവകാശങ്ങളുള്ള പൗരരായിട്ട് അംഗീകരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ സെക്സ് ആണ് പ്രൈമറി ആയിട്ടുള്ള ഒരു മാർക്കർ എന്ന രീതിയിൽ പരിഗണിക്കുന്നത്. ഈ സെക്സ് എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ ശാരീരികമായിട്ടുള്ള വളരെ ബയോളജിക്കൽ ആയിട്ടുള്ള അവയവങ്ങളെയും നമ്മുടെ ക്രോമസോം പാറ്റേണിനെയും ഹോർമോണിനെയൊക്കെ അടിസ്ഥാനമാക്കി നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സെക്സ് എന്ന് പറയുന്ന കാറ്റഗറീനെ ജെൻഡർ എന്ന രീതിയിൽ കുറെ കൂടി വിശാലമായിട്ട് ഡിഫൈൻ ചെയ്തുകൊണ്ടിട്ടാണ് ട്രാൻസ് മനുഷ്യരുടെയും അവകാശങ്ങളെ അംഗീകരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വിധി വരുന്നത്. ആ നൽസ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപാട് പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഉണ്ടായി ആ വിധിയുടെ ഭാഗമായിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ജെൻഡർ എന്ന് പറയുന്നത് അയാൾക്ക് സ്വയം തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം പുതിയ ബില്ല് അമെൻമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഈ പ്രധാനപ്പെട്ട ഒരു ഊന്നലിനെ, വ്യക്തിക്ക് സ്വയം തീരുമാനിക്കാവുന്നതാണ് ജെൻഡർ എന്ന് പറയുന്നതിനെ അപ്പാടെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്.